നമസ്തേ പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷമെന്ന 26ാമത്തെ ദശകത്തിലെ ദ്വിതീയ ശ്ലോകം, 2ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഇവിടെ ശാലിനി വൃത്തമാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. കുംഭോദ്ഭൂതി സംഭൃതകോപഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദാധൈന്യം പ്രത്യഗാത് സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതിവ്യക്തിധന്യം. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കുംഭോദ്ഭുതി സംഭൃതകോപഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ ഇതി ശബ്ദ്വാ അധ യേനം പ്രത്യഗാത് സഹ അഭി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സംഭൃതകോപഭാര സ്തബ്ധാത്മാ കുംഭോദ്ഭൂതി ത്വം ഹസ്തിഭൂയം ഭജ ഇതി യേനം ശബ്ദ്വാ പ്രത്യഗാത് അധ സഹ അഭി ത്വൽസ്മൃതി വ്യക്തിധന്യം ഹസ്തീന്ദ്രത്വം ലേഭേ. പാണ്ഡ്യരാജാവും ഭഗവാന്റെ അടിയുറച്ച ഭക്തനുമായ ഇന്ദ്രദ്യുമ്നൻ ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് അവിടെ അതിഥിയായി വന്ന അഗസ്ത്യനെ ധ്യാന നിമഗ്നനായത് മൂലം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്തബ്ധനായ, കോപത്താൽ അന്ധനായ അഗസ്ത്യ മഹർഷി, കേവലം എന്നെ ശ്രദ്ധിക്കാതെ അപമാനിച്ച നീ ആനയായി ഭവിക്കട്ടെ എന്ന് ശപിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. രാജാവാകട്ടെ തികഞ്ഞ ഭവദ്ഭക്തിയാൽ പുണ്യവാനായത് മൂലം ഒരു ഗജശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് ശ്ലോകത്തിൻ്റെ സാരം നമുക്ക്